You're watching Hindu Yugam TV. A discussion surrounding Kerala's proposed cooperative aviation initiative recently found its way into the Kerala Legislative Assembly. During the assembly proceedings, questions were raised regarding the feasibility of launching a new aviation project at a time when the state continues to face significant economic challenges. Concerns were also expressed about the practicality of operating an airline service under the proposed model. Responding to the discussion, the Honorable Chief Minister clarified that an international airline project is not currently under consideration. Instead, the focus of the discussions has been on the possibility of introducing domestic aviation services through smaller aircraft operating on regional routes. According to the Chief Minister's response, the concept being examined involves 72-seater aircraft connecting major destinations within South India, offering a practical and affordable transportation option while improving regional connectivity. Following the assembly discussion, Hindu Yugam TV spoke directly with social worker and MVR Cancer Center chairman C.N. Vijayakrishnan, who has been advocating the aviation initiative. In his response, Vijayakrishnan clarified that the proposal was never intended to begin as an international airline operation. Instead, the primary objective has always been to establish a domestic aviation network connecting cities such as Kochi, Bengaluru, Madurai, Chennai, Kannur, Kozhikode, and other regional destinations through affordable charter-style services. During a recent conversation, he further explained the vision, objectives, and practical aspects of the proposed project. Let's hear directly from C.N. Vijayakrishnan. മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് എയർലൈനുകൾ ഒരു കമ്പനി തുടങ്ങില്ല, അതായത് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ തുടങ്ങില്ല എന്നാണ്. എന്താണ് അക്കാര്യത്തിൽ? മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളെ പറ്റിയാണ്. ഒരു MLA ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാനും മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സംസാരിച്ചത് നമ്മളുടെ ആഭ്യന്തര വിമാനത്തിനെ പറ്റിയിട്ടാണ്. ആ ചെറിയ ഫ്ലൈറ്റുകൾ, 72 സീറ്റുള്ള ഫ്ലൈറ്റുകൾ, അത് നമ്മുടെ ബാംഗ്ലൂർ, മധുര, ചെന്നൈ, കോയമ്പത്തൂർ, കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ, ബാംഗ്ലൂർ അടങ്ങുന്ന സ്ഥലങ്ങളിൽ ചെറിയ ഫ്ലൈറ്റുകൾ തുടങ്ങാൻ വേണ്ടിയാണ്. അതിൻ്റെ രൂപരേഖ എന്ന് പറയുന്നത് തുടക്കത്തിൽ 2 ഫ്ലൈറ്റുകളും പിന്നീട് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കേരളത്തിന് ഇതിൻ്റെ വിദഗ്ധനായ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള PS നായരുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യം ചെറിയ വിമാനങ്ങളാണ് എന്നാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ആയിരിക്കും ഇതിലിറങ്ങുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് സഹകരണ മേഖലയിലാണ്. അത് 200 സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മ. അതിന് ഗവൺമെൻറ്റിന് ഒരു പൈസ പോലും മുടക്കില്ല. അത് വിജയിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല സംഘങ്ങളിലും പൊതുനന്മ ഫണ്ടുകൾ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ പൊതുനന്മ ഫണ്ട് എടുത്തിട്ട് ഷെയറാക്കി മാറ്റിയാൽ മതി. അത് ഗവൺമെൻറ് ഒരു പെർമിഷൻ കൊടുത്താൽ മതി. പിന്നെ A ക്ലാസ് സഹകരണ സംഘങ്ങൾ 200 എണ്ണം, അവർക്ക് 2 കോടി മുടക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇപ്പം KSRTCക്ക് ആയാലും, നെല്ല് വാങ്ങാനായാലും, സിവിൽ സപ്ലൈസിനായാലും ഒക്കെ സഹകരണ മേഖലയിൽ നിന്നാണ് പണം എടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ദീർഘകാല പദ്ധതിയാണ്. 10 കൊല്ലത്തേക്ക് സഹകരണ സംഘങ്ങൾക്ക് അവർ മുടക്കുന്ന ഷെയർ 2 കോടി ഉദ്ദേശിച്ചാൽ ആ 2 കോടിക്ക് 10 കൊല്ലത്തേക്ക് കരുതൽ ധനം മാറ്റി വെക്കാം. ഓഡിറ്റിൽ അത് കരുതൽ ധനമായിട്ട് മാറ്റി വെക്കാം. അപ്പം സംഘത്തിന് യാതൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വെച്ചാൽ വലിയ ലാഭം കിട്ടും, യാത്രയിൽ ലാഭം കിട്ടും. നമ്മളുടെ ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് 24,000 ദിവസം ടു 28,000 ദിവസമാണ്. അതിൽ ഏറെ യാത്ര ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്തും ഈ നമ്മൾ വന്ദേഭാരതിലാണ്. വന്ദേഭാരത് വരുമ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു ഇതൊക്കെ വിജയിക്കുമോ എങ്ങനെയാണെന്ന്. ഇതിൽ സീറ്റുകൾ കിട്ടാനില്ല എന്നുള്ളത് സത്യമാണല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് വേറെയും അദ്ദേഹം ഉദ്ദേശിച്ചത് വേറെയും. മുഖ്യമന്ത്രിയും ഞാനും സഹകരണ വകുപ്പ് മന്ത്രിയും സംസാരിച്ച
വിഷയം വേറെയാണ്. രണ്ടും രണ്ടാണ്. പൂർണ്ണമായിട്ട് ഇത് നടക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. The Cooperative Aviation Initiative continues to attract attention beyond political and policy discussions. As conversations surrounding the proposal gain momentum, leaders from various sectors of society have begun sharing their perspectives on its potential impact. Among them is Right Reverend Dr. Royce Manoj Victor, Bishop and Chairman of the Church of South India Diocese of Malabar. Known for his contributions to education, social welfare and community development, Dr. Victor views the proposal as an initiative that could bring meaningful benefits to the public. According to him, improved regional connectivity, greater accessibility to air travel, and the creation of new employment opportunities are among the positive outcomes that such a project could offer. He also emphasizes the importance of exploring innovative and people-oriented development initiatives that can contribute to Kerala's long-term growth and progress. Sharing his thoughts on the proposal, Right Reverend Dr. Royce Manoj Victor speaks about the opportunities and possibilities he sees in this initiative. Let's hear directly from Right Reverend Dr. Royce Manoj Victor. കേരളത്തിൽ സഹകരണ മേഖലയിൽ ഒരു വിമാന സർവീസ് കേരള ഗവൺമെൻറ് മുൻകൈയെടുത്ത് ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ വേഗത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനായി ഇന്ന് നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ആഡംബരമായിട്ടല്ല, ആവശ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ട്രെയിനാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ആശ്രയിക്കുന്ന, വേഗത്തിൽ എത്താനായിട്ട് ആശ്രയിക്കുന്ന ഒരു മാർഗം. എന്നാൽ റോഡ് മുഖേനയും റെയിൽ മുഖേനയും ഈ വേഗത വർദ്ധിപ്പിക്കുന്നതിന് ചിലവ് വളരെയധികം കൂടുതലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഈ ഒരു പുതിയ പ്രോജക്റ്റ് ഗോ കേരള എന്ന പേരിൽ ആരംഭിക്കാനായി ശ്രമിക്കുന്നു എന്ന് കാണുന്നത്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ജനങ്ങൾക്ക് ആവശ്യമായ ഒന്നാണ് എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അതിനെല്ലാ പിന്തുണയും നൽകുന്നു എന്ന് കാണുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവരുടെയും ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം കൊണ്ട് സഹകരണ മേഖലയിലുള്ള ഈ നവസംരംഭം തീർച്ചയായിട്ടും വിജയിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സർക്കാരിൻ്റെ ഈ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യും. This is Hindu Yugam TV. Thank you for watching. Stay connected for more updates on current affairs, culture, development, and issues that matter. Like, share, and subscribe to Hindu Yugam TV.